Hello and welcome everyone. I am Akshay and in this video നമ്മൾ നോക്കാൻ പോകുന്നത് which programming language to choose. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു എൻറ്റയർ ബിഗിനർ ആണ്, ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇപ്പോൾ ബിടെക് ആണെങ്കിലും BSc ആണെങ്കിലും BC ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഒരു ഫ്രഷർ ആണ്. സോ നിങ്ങളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതായത് C++ ആണോ ഞാൻ പഠിക്കേണ്ടത്, ജാവയാണോ പഠിക്കേണ്ടത്, ഓർ പൈത്തൺ. ഓക്കെ, സോ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എക്സ്പെർട്ട് ആയിരിക്കണം. സോ നിങ്ങൾക്ക് ആക്ച്വലി ഓഫ് കോഴ്സ് കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഞാൻ ഇതിലൊരു ക്ലിയർ കട്ട് ആൻസർ നിങ്ങൾക്ക് ഇന്ന് തരും. ബട്ട് അതിനു മുമ്പ് അതിൽ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ എന്തിനാ യൂസ് ചെയ്യണമെന്ന് അറിയണം. ഇപ്പോൾ നമ്മുടെ C++ ആണെങ്കിൽ ബിറ്റ്കോയിന് യൂസ് ചെയ്യും, അതേപോലെ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമിന്, ഗെയിം ഡെവലപ്മെന്റിന് ആൻഡ് ആപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമിന്. ആൻഡ് ജാവ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ്, വെബ് ആപ്ലിക്കേഷൻസ്, ആൻഡ് അതേപോലെ പൈത്തൺ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതേപോലെ വെബ് ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യും. സോ പൈത്തൺ എന്ന് പറയുന്നത് നിങ്ങൾ തോന്നുന്നുണ്ടാവും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എല്ലാവരും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഗൂഗിളിലൊക്കെ നിങ്ങൾ പോയി വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഷുഡ് ഐ ലേൺ ഫസ്റ്റ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പൈത്തൺ കിട്ടും. കാരണം പൈത്തൺ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, ലേറ്റസ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് നല്ലതാണ്. ആൻഡ് മാക്സിമം ഇതൊക്കെ പറയണവരൊക്കെ ഫോറിനേഴ്സ് ആയിരിക്കും. സോ ബട്ട് അതുപോലെയല്ല നമ്മുടെ കൺട്രി, നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിനനുസരിച്ച് C++ ഓർ ജാവ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്യാം. കാരണം ഇപ്പൊ നിങ്ങളുടെ 3rd and 4th ഇയേഴ്സിലൊക്കെ ഇന്റർവ്യൂസ് ഉണ്ടാവും, ടെക്നിക്കൽ ഇന്റർവ്യൂസ് നിങ്ങളുടെ പ്ലേസ്മെന്റ്സിൽ. സോ അവിടെ നിങ്ങളുടെ ഇന്റർവ്യൂയർ ഒരിക്കലും നിങ്ങളുടെ പൈത്തണില് പ്രോഗ്രാം എഴുതുന്നത് പ്രിഫർ ചെയ്യില്ല. ഓക്കെ, കോഡിംഗ് ചെയ്യുന്നത് പ്രിഫർ ചെയ്യില്ല. കാരണം പൈത്തണില് നിറയെ ലൈബ്രറീസ് ഉണ്ട്. സോ നമ്മൾ C++ ആണെങ്കിലും ജാവയിലാണെങ്കിലും ആ നിറയെ ലോങ് നോട്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്യില്ലേ, കോഡിങ്സ്. സോ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല, നമ്മൾ ലൈബ്രറീസ് യൂസ് ചെയ്ത് ചെയ്യാം. സോ ആക്ച്വലി നമ്മൾ കോഡിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല, ആ ലൈബ്രറീസിന്റെ പേര് പഠിച്ചാൽ മതി. സോ അതുകൊണ്ട് അവർ നിങ്ങളെ ഒന്നില്ലെങ്കിൽ C++ കോഡ് എഴുതാൻ പറയും, അല്ലെങ്കിൽ ജാവയിൽ എഴുതാൻ പറയും. ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇങ്ങനൊരു കാര്യം, ഇപ്പൊ കോമ്പറ്റേറ്റീവ് കോഡിംഗ്, അതായത് കോമ്പറ്റേറ്റീവ് കോഡിംഗ് ഒക്കെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് C++ ആണ്. ആൻഡ് ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് അത് ജാവ. ഓക്കെ, സോ ഞാൻ നിങ്ങളെ പറയുന്നത് നിങ്ങൾ കണ്ണും ചിമ്പി ജാവ അല്ലെങ്കിൽ C++ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാം. ആക്ച്വലി ജാവയും C++ലും എന്താ വ്യത്യാസം പറഞ്ഞാൽ, ഇപ്പോ C++ല് കുറച്ച് കോൺസെപ്റ്റ്സ് കൂടുതലാണ്. അതായത് ഇപ്പോ C++ല് പോയിന്റേഴ്സ് ഉണ്ട്, ബട്ട് ജാവയില് പോയിന്റേഴ്സ് ഇല്ല. ആൻഡ് ഇൻഹെറിറ്റൻസിലും അതേപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോ ഇൻ ഷോർട്ട്, നിങ്ങൾ ഒരു ലാംഗ്വേജ്, അതായത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ C++ പഠിച്ചാൽ നിങ്ങൾക്ക് ജാവ പഠിച്ചെടുക്കാൻ 15 to 20 days, അതായത് 2 weeks. അതേപോലെ ജാവ പഠിച്ചാൽ C++ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് മാക്സിമം 15 to 20 days അത്ര ടൈം എടുക്കുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഐദർ C++ ഓർ ജാവ. ആൻഡ് ഇതേപോലെ ഇപ്പൊ നിങ്ങളുടെ കോളേജിൽ കിട്ടുന്ന ആ നോളജ്, അതായത് അത് വെച്ചൊന്നും സഫീഷ്യന്റ് അല്ല. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ആ നോളജ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് C++ അല്ലെങ്കിൽ ജാവ പഠിച്ചെന്നെ പറ്റൂ. ഇപ്പൊ കോളേജിൽ C++ന്റെ കോഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ യുഡെമിയിലൊക്കെ കോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമല്ലോ. സോ അതിലൊക്കെ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് അനാവശ്യ ചെലവ് ചെയ്യണോ. ആലോചിച്ച് നോക്കും, ഇപ്പൊ നിങ്ങൾ ഒരു ഷർട്ട് പർച്ചേസ് ചെയ്യണോ, പാന്റ് പർച്ചേസ് ചെയ്യണോ, ഷൂ പർച്ചേസ് ചെയ്യണോ. സോ ആക്ച്വലി അതൊക്കെയാണ് ചെലവ്. ഓക്കെ, ഇപ്പൊ 2000 രൂപയുടെ പാന്റ്, ഷർട്ട്, ഷൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മേലെ അമൗണ്ട് ഇടുകയാണെങ്കിൽ, നിങ്ങളുടെ പുതിയ സ്കിൽ ലേൺ ചെയ്യാനും നിങ്ങൾ പഠിക്കാനും നിങ്ങളുടെ മേലെ തന്നെ അമൗണ്ട് ഇടുകയാണെങ്കിൽ അതൊരിക്കലും എക്സ്പെൻസസ് അല്ല, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരപ്പെടാൻ പോകുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ കോഴ്സസ് ഒക്കെ എടുത്ത് ചെയ്യാം. സോ ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് തിങ്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആൻഡ് ഈ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ കൺട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ കോഴ്സസിന് ചെലവ് ചെയ്യണത്, അതായത് പഠിത്തത്തിന് ചെലവ് ചെയ്യണത്, ബുക്സിന് ചെലവ് ചെയ്യണത്, ഇതൊക്കെ ഒരു എക്സ്പെൻസ് ആയിട്ടൊക്കെ കാണും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഷൂസ്, ചെരുപ്പിനെയൊക്കെ ഷോറൂമിലും ബുക്സിനെ പ്ലാറ്റ്ഫോമിലും കാണുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ C++ കുറച്ച് കോമ്പറ്റേറ്റീവ് എഡ്ജ് കൊണ്ടുപോകും, കാരണം അതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. സോ കോമ്പറ്റേറ്റീവ് കോഡിങ്ങിനൊക്കെ C++ ആണ് പ്രിഫർ ചെയ്യുക. ആൻഡ് ജാവ ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഇൻഡസ്ട്രി ഫോക്കസ്ഡ് പറയുമ്പോൾ ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക് ആയിട്ട് ജാവ മാത്രമല്ല, സോ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് ജാവസ്ക്രിപ്റ്റ് ആയിരിക്കാം, ഗോ ആകാം, ഫ്ലട്ടർ ആവാം. സോ അങ്ങനെ ഇതെല്ലാം നമ്മളൊരു കമ്പനിയിൽ കയറുമ്പോൾ ഇതെല്ലാം എല്ലാവരും പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ C++ ഓർ ജാവ, പർട്ടിക്കുലർലി C++ ആണെങ്കിലും ജാവ ആണെങ്കിലും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ഐ തിങ്ക് അപ്രോക്സിമേറ്റ്ലി 3 to 4 months ടൈം എടുക്കും. ഓക്കെ, സോ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ C++ പഠിച്ചാൽ നിങ്ങൾക്ക് ജാവ പഠിച്ചെടുക്കാൻ 15 to 20 days ആവും. ആൻഡ് ജാവ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് C++ പഠിച്ചെടുക്കാൻ 15 to 20 days ആവും. ആൻഡ് പൈത്തൺ ആയിക്കോട്ടെ, ഗോ, ഫ്ലട്ടർ, ഇതൊക്കെ ഒരു ദിവസം നിങ്ങൾ കമ്പനിയിൽ പോയി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയി അറിഞ്ഞിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ദ ബേസിക് ക്രൈറ്റീരിയ. സോ ജാവ ഓർ C++ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ ഫിക്സ് ചെയ്ത് പഠിക്കുക. സോ അത് പ്രോപ്പർ ആയിട്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ ഇനി ഒരു ലാംഗ്വേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. രണ്ട് തോണിയിലും കാല് വെക്കരുത്.
സോ ഐ തിങ്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. സോ മറക്കാതെ പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, കാരണം ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടും. ആൻഡ് നിങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ദിവസം സബ്സ്ക്രൈബ് ചെയ്യും. ബട്ട് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ലേറ്റ് ആയിരിക്കും. സോ ടിൽ വി മീറ്റ് ഓൺ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ. ടിൽ ദാറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ. ജയ് ഹിന്ദ്.